ഹലോ, ഗുഡ് മോർണിംഗ്. പതിവില്ലാണ്ട് ഞാനിത് ജനലൊക്കെ തുറന്നിട്ടാ. എല്ലാ ദിവസവും ഒരേപോലെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കൂലേ? അപ്പോൾ ഇപ്പം ഞാൻ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇത്ര നാളും ഞാൻ ചായ ഗ്യാസും വെച്ചിട്ടല്ലേ ചൂടാക്കി കൊണ്ടിരുന്നത്. ഇപ്പം ഈ സാധനത്തിന് നന്നാക്കി എടുത്തു കഴിഞ്ഞപ്പം ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. വെറും പട്ടി ഷോ, വെറും പട്ടി ഷോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചായയൊക്കെ ചൂടാക്കിയിട്ട് കുടിച്ചു. പിന്നെ ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ തലേ ദിവസം അരിയൊന്നും ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവ് അങ്ങനെ കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മടിയായിട്ട് ഞാൻ മറ്റേ തേങ്ങാപ്പാലിലോട്ട് ഞാൻ അങ്ങ് മാറ്റി. അപ്പം അങ്ങനെ നമ്മുടെ മറ്റേ സംഭവം എന്താണ് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളമൊക്കെ ഞാൻ അങ്ങനെ വെക്കുകയാണ്. പിന്നെ ഇന്ന് ഏട്ടനില്ല, അപ്പോൾ കുറച്ചേ ഉണ്ടാക്കേണ്ടി വന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ എൻ്റെ അളവ് തെറ്റിപ്പോയി. ഇന്നെനിക്ക് കുറച്ച് പൊടി എനിക്ക് കാട്ടിക്കളയേണ്ടി വന്നു. കാരണം ഞാൻ കാട്ടിക്കളയുന്നത് വേറൊന്നും കൊണ്ടല്ല, ആ സാധനം ഫ്രിഡ്ജിൽ ചുമ്മാ കയറ്റി വെച്ചിട്ട് കുറച്ച് ദിവസം അവിടെ ഇരിക്കും. പിന്നെ എപ്പോഴെങ്കിലും ക്ലീൻ ചെയ്യുന്ന സമയത്താണ് അതെടുത്ത് കളയുക. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് മുതിരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് തന്നെ കൊണ്ടുപോയി കാട്ടിക്കളഞ്ഞു. പക്ഷേ സത്യം പറഞ്ഞാൽ അത് സീക്രട്ടാണ്. ഞാൻ പപ്പ കാണാണ്ടാണ് ഞാൻ കൊണ്ടുപോയി കാട്ടിക്കളഞ്ഞത്. കാരണം പപ്പ കണ്ടതിന് എനിക്ക് നല്ല ചീത്ത കേൾക്കും. അതുകൊണ്ട് പപ്പയില്ലാത്ത സമയം നോക്കി ഞാനത് പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. കാരണം കുറേയൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ ഞാൻ മാക്സിമം അങ്ങനെ എന്താ പറയുക കറക്റ്റ് അളവിന് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്തോ ചില പൊടികൾക്ക് അങ്ങനെ വ്യത്യാസം ഉണ്ടാവില്ല. ചില പൊടികൾ ഞാൻ കറക്റ്റ് ഒരളവ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ വരാറുണ്ട്. ചില പൊടി മേടിക്കുമ്പം ഞാൻ എപ്പോഴും എടുക്കുന്ന അളവിൽ എടുത്താൽ പോലും കുഴച്ച് വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് വരും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു പൊടിയായിരുന്നു ഈ പൊടി. ഈ പൊടി ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർ എങ്ങനത്തെയാണെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പം ഞാൻ എടുത്ത അളവിൽ എൻ്റെ ആ ഒരു മെഷർമെൻറ്റ് തെറ്റിപ്പോയി. ഈ സാധനം കുറച്ച് കൂടുതൽ വന്നു. അപ്പം അങ്ങനെ അതൊക്കെ കുഴച്ച് ഞാൻ വെച്ചു. പിന്നെ ഇന്ന് ഞാൻ ഇതല്ലാണ്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് പോകുന്ന വേറൊരു സംഭവം, നമ്മളുടെ ആ ഒരു സീക്രട്ട് ബുക്കിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഓരോ ദിവസം അതിനുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അത് ജീവിതത്തിൽ ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. കുഞ്ഞിത് മുതൽ വലിയത് വരെ എല്ലാവർക്കും, കുഞ്ഞു കുട്ടികൾ വലിയ കുട്ടികൾ മുതൽ എല്ലാവർക്കും ചെറിയ ആഗ്രഹങ്ങൾ മുതൽ വലിയ ആഗ്രഹങ്ങൾ വരെ ഒരുപാടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാറുണ്ട്, ചില ആൾക്കാരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാറില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ കിട്ടാനും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനും ഒരു കുഞ്ഞി ടിപ്പ് പോലെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു വിശ്വാസമാണ്. അത് എല്ലാ മതത്തിലുള്ള നമ്മളുടെ ബൈബിൾ ആവട്ടെ, ഖുർആൻ ആവട്ടെ, ഭഗവത്ഗീത ആവട്ടെ, എല്ലാത്തിലും പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പം എന്താ പറയുക, ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മൾക്ക് ലഭിക്കും. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മല ഇവിടെ നിന്ന് മാറി അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞാൽ പോവും എന്നൊക്കെ ഉള്ള രീതിയിൽ പലതും പറയുന്നുണ്ട്. കാരണം നമ്മൾ മനസ്സിൽ ഒരു തരി പോലും ഡൗട്ടില്ലാണ്ട് എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും എന്ത് നമ്മൾ ചോദിച്ചാലും നമ്മൾക്കത് കിട്ടും. ആ ഒരു സംഭവം തന്നെയാണ് ഈ സീക്രട്ട് ബുക്കിൽ പറയുന്നത്. പിന്നെ നമ്മുടെ പൗലോ കൊയ്ലോ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച ഈ ലോകം മൊത്തം അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഞാൻ പറയും, ഇപ്പം നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ അതിനെ പറ്റിയിട്ടൊരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് വേണം. ഒരു ഡൗട്ട് പാടില്ല. ഇപ്പം നമുക്ക് ഇൻ കേസ് ഒരു ജോലിയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോലി വേണോ, ഈ ജോലി വേണോ, അങ്ങനെയാവരുത്. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇമേജ് നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്ത് ജോലിയാണ്, എവിടെയാണ്, സാലറി എത്രയാണ്, ഈവൻ നമ്മൾക്ക് നമ്മുടെ ഓഫീസ് എൻവയോൺമെൻറ്റ് വരെ നമുക്കതിൽ ക്ലിയർ ആയിട്ട് നമുക്കൊന്ന് ഇമേജ് പോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഒരാഗ്രഹം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പം ഫസ്റ്റ് തന്നെ നിങ്ങളൊരു ബുക്ക് എടുക്കുക. ആ ഒരു ബുക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾ എഴുതി വെക്കണം. എഴുതി വെക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു രീതി തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾക്കത് തരണി എന്നല്ല നമ്മൾ പറയേണ്ടത്. നമുക്ക് വിശ്വാസമാണ്, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് കിട്ടും എന്നുള്ളത്. അപ്പോൾ വൺസ് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊന്ന് എന്താ പറയുക പറഞ്ഞിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ആ ഒരു സാധനം കിട്ടി, ഞാനിപ്പോൾ ആ ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ജോലി എനിക്ക് തന്നതിന് നന്ദി, അങ്ങനെ നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ നമുക്ക് ഒരിക്കലും ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഡൗട്ട് വന്നു കഴിഞ്ഞാൽ സംഭവം പോയി. അതാണ് മിക്കവരുടെയും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഞാനും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട്. കുറേ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് നടക്കാറുണ്ട്, കുറച്ച് ആഗ്രഹങ്ങൾ എനിക്ക് നടക്കാറില്ല. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എനിക്ക് നടന്നിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ എനിക്ക് പക്ക ഷുവറായിരുന്നു, 100% എനിക്കത് കിട്ടും എന്നുള്ളത്. എൻ്റെ മനസ്സിൽ എപ്പോഴെങ്കിലും കിട്ടുമോ കിട്ടില്ലേ എന്ന് ഡൗട്ട് വന്നിട്ടുള്ള സംഭവങ്ങൾ
എൻ്റെ ലൈഫിൽ നടന്നിട്ടില്ല. അപ്പോൾ ആഫ്റ്റർ ഓൾ നമുക്ക് വേണ്ടത് വിശ്വാസം, ബിലീവ് എന്നുള്ളൊരു സംഭവമാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും ഭയങ്കര സിമ്പിളായിരിക്കണമെന്നില്ല. കാരണം നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തയുണ്ടാവും, ഈശ്വരൻ എനിക്കത് കിട്ടുമോ, എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തയുണ്ടാവും. അങ്ങനെ അതൊക്കെ മാറ്റിയെടുക്കുക. അതിങ്ങനെ നമ്മൾ കുറേ നാൾ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയായിട്ട് എല്ലാവർക്കും ഉണ്ടാവുകയുള്ളൂ. അപ്പം ഇത് എന്താ പറയുക, എല്ലാ മതത്തിലും പറയുന്നൊരു സംഭവമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചോദിച്ചിട്ടൊരിക്കലും എന്താ പറയുക ഡൗട്ട് അടിക്കരുത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. അത് ഓൾറെഡി കിട്ടിയെന്നുള്ള രീതിയിൽ എഴുതിയിട്ട് ഒരു താങ്ക്യും കൂടെ അങ്ങ് കൊടുത്തേക്കാം. പിന്നെ അങ്ങ് അടിപൊളിയായിട്ട് അതേപ്പറ്റി ആലോചിക്കുക വേണ്ട, അടിപൊളിയായിട്ട് അങ്ങ് ജീവിക്കുക. നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണെങ്കിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഉച്ചയ്ക്കലത്തേക്ക് എന്തെങ്കിലും ആക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം ശരിയാകാത്തതുകൊണ്ട് ഒരു സുഖമില്ല. എനിക്കങ്ങ് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കണു, കായ ഇരിക്കുന്നുണ്ട്, നമ്മൾക്കിടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. ആ കായ വെച്ചിട്ടൊരു മോരുകറി ഉണ്ടാക്കാം. പിന്നെ കോവയ്ക്ക ഇരിക്കുന്നുണ്ട്, കോവയ്ക്കയും കൂടെ ആക്കാം. ഏട്ടൻ ഉച്ചയ്ക്ക് ഉണ്ടാവില്ല, ഏട്ടൻ വൈകുന്നേരം ആക്കാം. അപ്പോൾ കോവയ്ക്ക എങ്ങാനും തീർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ മോരുകറി പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഹാപ്പിയാവും. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ചെയ്യാൻ പോവാം. വേഗം പണി തീർത്തിട്ട് 1-2 റീൽസ് എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കറിയത്തില്ല, നല്ല ക്ഷീണം പോലെയുണ്ട് ഉറങ്ങാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കറി ഉണ്ടാക്കാം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് ഉച്ചയ്ക്കലത്തേക്കുള്ള പരിപാടി ഞാൻ തുടങ്ങി ഓൾറെഡി തന്നെ. രാവിലെ ഞാൻ കഴിച്ച് ഒരു 9 മണിയായപ്പോഴത്തേക്കും ഞാൻ ഇതും സ്റ്റാർട്ട് ചെയ്തു. കാരണം നിങ്ങൾക്കറിയാലോ, എല്ലാം കൂടെ ചെയ്തിട്ട് എനിക്ക് വെറുതെ ഇരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അപ്പം നമുക്ക് അന്ന് ഞാൻ കായ ഒലത്തിയില്ലായിരുന്നു. ആ കായയുടെ കുറച്ചും കൂടെ നമുക്ക് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കായ വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു കാളൻ പോലെ, പക്ക കാളനല്ല, നമുക്ക് കട്ടത്തൈരൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചാറൊക്കെ വെച്ചിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ക കാളൻ എന്ന് പറയുമ്പോൾ കുറുക്ക് കാളൻ പോലത്തെ ഒന്നുമല്ല കേട്ടോ, പക്ഷേ ഇത് ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതെടുത്തിട്ടും പിന്നെയും ഇച്ചിരിയും കൂടെ കായ ബാക്കിയുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കായ ആകുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മറ്റേതൊക്കെ മരുന്നൊക്കെ അടിച്ച് എന്തെങ്കിലുമൊക്കെ വരണതായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ അതിൻ്റെ പരിപാടിയിലേക്കൊക്കെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇന്നും ഒരു വെറൈറ്റിക്കാണ് കേട്ടോ ജനലൊക്കെ സത്യത്തിൽ ഈ ജനൽ അങ്ങനെ തുറക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ, പൂച്ചേനെ പേടിച്ചിട്ട് ഈ ജനൽ അങ്ങനെ തുറക്കാറില്ല. ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സംഭവം അങ്ങനെ ഇപ്പം തുറക്കാറ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസം, ആഗ്രഹം എഴുതി വയ്ക്കാനുള്ള സെറ്റപ്പൊക്കെ എത്രത്തോളം ആൾക്കാർക്ക് ദഹിക്കും എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടാവും, എത്രയാണെങ്കിലും അപ്പോൾ 1 കോടി രൂപ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 കോടി രൂപ എനിക്ക് കിട്ടിയെന്ന് എഴുതി വെച്ചിട്ട് വെറുതെ ഇരുന്നാൽ പോരെയെന്ന്. അങ്ങനെയല്ല, ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്നത്. കാരണം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം, അതിന് എനിക്ക് അർഹതയുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങളായിരിക്കും എനിക്ക് അർഹതപ്പെട്ട ഒരു സംഭവമായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക. ആ ഒരു സംഭവത്തിനായിരിക്കും നമുക്ക് 100% വിശ്വാസം ഉണ്ടാവുക, നമുക്ക് കിട്ടും എന്നുള്ളത്. അല്ലാതെ ഒരു പണിയും കൂലിയും ഇല്ലാതിരിക്കുന്ന ഒരാൾ എനിക്ക് 1 കോടി രൂപ കിട്ടി നന്ദി എന്ന് പറഞ്ഞ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അയാളുടെ മൈൻഡിൽ ഡൗട്ട് ഉണ്ടാവും, എനിക്ക് ജോലിയില്ല, ഒരു പണിയും ഇല്ല, പിന്നെ എനിക്ക് എങ്ങനെയാണ് 1 കോടി കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് നടക്കാൻ പോകുന്നില്ല. ബേസിക്കലി അതാ പറഞ്ഞത്, വിശ്വാസമാണ് എല്ലാം. നമ്മളിപ്പം ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ എഴുതി വെച്ചു. ഓഫ് കോഴ്സ് നമ്മൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും അങ്ങനെ എഴുതി വെക്കുക, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടി, താങ്ക് യു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ സൈഡിൽ കൂടെ അയാൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും, അയാൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, അല്ലാണ്ട് ചുമ്മാ ഒന്നും ആയിരിക്കത്തില്ല. അപ്പം ഇതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എഫേർട്ട് ഇടുന്ന സംഭവങ്ങളായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടാവും. ഞാൻ സാധാരണ ഒരു മനുഷ്യൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, ചുമ്മാ ഇരുന്ന് ഇതാക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിപ്പം ഒരു ജോലിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ എല്ലാം ചെയ്യുന്നുണ്ടാകും. കൂടെ നമ്മൾ വിശ്വാസത്തോടു കൂടെ നമുക്ക് കിട്ടിയെന്നുള്ള രീതിയിലും കൂടെ എഴുതി വെക്കുക. 100% ഷുവറാണ്, ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളുടെ അടുത്തേക്ക് തേടി വന്നിരിക്കും. ഒരുപാട് പേർക്ക് ഇതുപോലെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് യൂട്യൂബിലൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇഷ്ടം പോലെ കമൻസും കാര്യങ്ങളും ഉണ്ടാകും. പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും, ഇപ്പോൾ ഡെയിലി നിങ്ങൾ പള്ളിയിൽ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി കിട്ടി എന്നുള്ള രീതിയിൽ ഡെയിലി താങ്ക് യു പറഞ്ഞിട്ട് ചെയ്യുക.
രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് വല്ല മനസ്സിലാവുണ്ടോ അതോ ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കോവയ്ക്കേൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കോവയ്ക്കൊക്കെ അരിഞ്ഞിട്ട് കോവയ്ക്കൊക്കെ ഞാൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ എന്താണ് കോവയ്ക്കയും അതുപോലെ തന്നെ കായ് വെച്ചിട്ടുള്ള മോരുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇത് വേവുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് പരിപാടീസൊന്നുമില്ല. ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് എനിക്ക് 2 റീൽസ് എടുക്കാനുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏട്ടൻ വരും. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം വെറുതെ ഇരുന്ന് റീൽസൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം രാത്രി വെറും 3 മണിക്കൂറല്ലേ ഉറങ്ങിയുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു 11 മണി മുതലേ എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വേഗം 12 മണിയായപ്പോഴത്തേക്കും ചോറൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. അല്ലെങ്കിൽ ഉറക്കം ശരിയായില്ലെങ്കിൽ എനിക്ക് തലയൊക്കെ ഒരുമാതിരിയാണ്. അപ്പോൾ ഞാൻ വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. പിന്നെ ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടനും വന്നു കേട്ടോ. വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭയങ്കര മഴയായിരുന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ഇടി വെട്ടിയിട്ടൊക്കെ ആയിരുന്നു മഴ. പക്ഷെ പെട്ടെന്ന് അത് മാറി കേട്ടോ. അപ്പോൾ എന്തായാലും ശരി, കാണാം, ടാറ്റാ.